ജയകൃഷ്ണ എടാ ജയകൃഷ്ണ അല്ലേ? അതെ. എടാ നിനക്കെന്നെ മനസ്സിലായില്ലേ? ഇല്ല. എടാ കാവ്യ. എടാ നമ്മുടെ NS സ്കൂളിൽ നമ്മൾ ഒരുമിച്ച് പഠിച്ചത്. എനിക്ക് അങ്ങോട്ട് കിട്ടല്ല. എടാ നമ്മൾ ട്യൂഷൻ ക്ലാസ്സിലൊക്കെ ഒരുമിച്ചാർന്ന്. മനസ്സിലായില്ലേ? ഇല്ല. നിനക്കൊരു ലില്ലിന്ന് ഓർമ്മയുണ്ടാ? ഏത് ലില്ലി? നീ പ്രപ്പോസ് ചെയ്ത് വിസിറ്റ് ചെയ്താ എന്റെ തൊട്ടപ്പുറത്തിരുന്നത്. ആ എടാ രണ്ട് സൈഡിൽ മുടിയൊക്കെ പിന്നിട്ടിട്ട്. എടാ ഞാൻ അതിനെ എപ്പോഴും അടിക്കുകയൊക്കെ ചെയ്യും. നീ ടീച്ചറോട് പോയി കംപ്ലൈന്റ് ഒക്കെ ചെയ്യാറുണ്ട്. നീ എന്തേടെ? ഞാൻ ഇവിടെ ബാങ്കിൽ കയറി പ്രാർത്ഥിക്കാന്ന് വിചാരിച്ചു വന്നു. നീ ഇപ്പൊ എന്താണ്? ഞാനിങ്ങനെ ചുമ്മാ ആനേനൊക്കെ വാങ്ങിച്ചാ? മേടിച്ചു. എടാ നിനക്ക് പണ്ട് പോലെ ആനേനെ ഭയങ്കര ഇഷ്ടമായിരുന്നല്ലേ? നിന്റെ ബുക്കിലൊക്കെ പടം ഉണ്ടായിരുന്നല്ല? അങ്ങനെ തന്നെ വാങ്ങിച്ചല്ല. അടിപൊളി. എന്നാലും നീ ആളാകെ മാറിപ്പോയില്ലോ. നല്ല രസമുണ്ട്. നിനക്ക് ശരിക്കും എന്നെ മനസ്സിലായില്ലല്ലോ? ഇല്ല, മനസ്സിലായി. ഇല്ലടാ, നിനക്കെന്നെ മനസ്സിലായിരുന്നെങ്കിലേ നീ എന്റെ കളിപ്പേര് വിളിച്ചേനെ. കാരണം ട്യൂഷൻ ക്ലാസ്സിൽ എന്നെ ഏറ്റവും കൂടുതൽ ആ പേര് വിളിച്ചാണ് നീയായിരുന്നു. അത് കൊറേ വർഷമായില്ലേ, മറന്നുപോയി. ഇല്ലടാ, നിനക്കെന്നെ മനസ്സിലായിട്ടില്ല. സാരില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ശരി എന്നാ, ബൈ. നിനക്കൊരു ലില്ലിന്ന് ഓർമ്മയുണ്ടാ? എന്റെ തൊട്ടപ്പുറത്തിരുന്നത്. ആ എടാ രണ്ട് സൈഡിൽ മുടിയൊക്കെ പിന്നിട്ടിട്ട്. നീ മുണ്ടത്തക്കാളി ഉറങ്ങൂട്ടാ. സാറേ എന്താ കളി? കാവ്യ ഇവിടെ ഇരുന്നത്.